നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിനോടുള്ളതുപോലെ തന്നെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഏറെ ഇഷ്ടമാണ്. ഇവരുടെ എല്ലാം വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. പലപ്പോഴും മോഹൻലാലിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയുടെയും ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഹേമ കമ്മിറ്റി വിവാദത്തിൽ വിശദീകരണം നൽകുന്നതിനിടെ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നും സർജറിക്ക് വിധേയായി എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സുചിത്രയുടെ സർജറിക്ക് പിന്നാലെ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ചിത്രങ്ങൾ ആരാധക പേജുകൾ ആഘോഷമാക്കുകയാണ്. സുചിത്രയ്ക്ക് വേണ്ടിയും ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഈ അവസ്ഥ മാറുന്നതിന് വേണ്ടിയായിരിക്കും ലാലേട്ടൻ മനസ്സുരുകി പ്രാർത്ഥിച്ചതെന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലരാകട്ടെ സുചിത്രയ്ക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ വന്നതാകും എന്നൊക്കെയാണ് പറയുന്നത്. ഏറെ ഈശ്വരവിശ്വാസിയാണ് മോഹൻലാൽ. ഇടയ്ക്കിടെ ക്ഷേത്രങ്ങളിലെ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒക്കെ അദ്ദേഹം നടത്താറുണ്ട്. മാത്രമല്ല, സിനിമാ തിരക്കുകൾക്കിടയിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ മോഹൻലാൽ സമയം കണ്ടെത്താറുമുണ്ട്. ഈ വർഷം ആദ്യം കുടജാദ്രിയിലും തിരുവണ്ണാമലയിലും തിരുപ്പതിയിലും നടൻ ദർശനം നടത്തിയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം മനനിറഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം തിരികെ എത്തിയ അദ്ദേഹത്തെ കാണാനായി ആരാധകരും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ താരം തയ്യാറായില്ല. വളരെയേറെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. അതേസമയം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർത്തിയാക്കിയ മോഹൻലാൽ എമ്പുരാന്റെ തുടർ ചിത്രീകരണത്തിലേക്ക് അടുത്ത ദിവസം പോകും എന്നാണ് വിവരം. ദുബായിലും അബുദാബിയിലും എമ്പുരാന്റെ ചിത്രീകരണമുണ്ട്. അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്ത ത്രിമാന ചിത്രമായ ബെറോസ് ഒക്ടോബർ 3-ന് റിലീസ് ചെയ്യും. 46 വർഷത്തെ അഭിനയയാത്രയിൽ ഇതാദ്യമായി സംവിധാനം ചെയ്യുന്ന ബെറോസ് എന്ന ഭൂതത്തിന്റെ വേഷമാണ് മോഹൻലാലിന്. ബെറോസ് എന്ന ചിത്രത്തിൽ ഗാർഡിയൻ ഓഫ് ഡി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബെറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോവുക എന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. 3Dയിലാണ് ചിത്രം എത്തുന്നത്. ഫാന്റസി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ ബെറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ്. സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ലിഡിയൻ നാദസ്വരം എന്ന 18 വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. TK രാജ്കുമാറാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഹെഡ്. സത്യൻ അന്തിക്കാട്, അനൂപ് സത്യൻ എന്നിവരുടെ ചിത്രങ്ങളിലാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത്.